നമസ്കാരം. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നും ഇന്നലെയുമായി ഇന്ത്യൻ പാർലമെന്റിൽ ചൂടേറിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മുഖാമുഖം വന്നു നിൽക്കുന്ന അന്തരീക്ഷം പോലും പാർലമെന്റിൽ ഉണ്ടായി. എന്താണ് ഈ ചൂടേറിയ ചർച്ചയുടെ വിഷയമെന്ന് പറയുന്നത്? നമുക്കറിയുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയുടെ ശ്രദ്ധയിൽ ഒരു പുസ്തകത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ എം നരവണെയാണ്. ആ പുസ്തകത്തിന്റെ പേര് 4 Stars of Destiny എന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിലാണ് കേട്ടോ. ആ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ശക്തമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു നരവണെ. 2020 ഇന്ത്യയും ചൈനയുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അത് ഗാൽവൻ എന്ന പ്രദേശത്താണ്. ആ ഏറ്റുമുട്ടലിൽ 20ഓളം ഇന്ത്യൻ സൈനികരാണ് കേട്ടോ വീരമൃത്യു വരിച്ചത്. അത് സംബന്ധിച്ചുള്ള ചില വീഴ്ചകളാണ് നരവണെ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ദ കാരവൻ എന്ന് പറയുന്ന മാഗസിൻ പുറത്തുവിട്ടു. ആ പരാമർശങ്ങളാണ് ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇന്നലെ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പക്ഷേ അതിനെതിരെ ശക്തമായ എതിർപ്പായിരുന്നു ഭരണപക്ഷത്ത് നിന്നുണ്ടായത്. ആദ്യം തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നത് ഊഹിക്കാവുന്നതുപോലെ പ്രതീക്ഷിക്കാവുന്നതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ക്രമപ്രശ്നമാണ് ഉന്നയിച്ചത്. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ പറയുന്ന പരാമർശങ്ങൾ ഏത് പുസ്തകത്തിലാണ് വന്നിട്ടുള്ളത്? ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ് എങ്കിൽ അതിലെ പരാമർശങ്ങൾ സഭയിൽ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അതിന് ആധികാരികതയില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അതിനെ ശരിവെക്കുന്ന റൂളിംഗ് ആണ് സ്പീക്കർ നടത്തുകയും ചെയ്തത്. ശരിയാണെന്നേ, ഈ പുസ്തകം വെളിച്ചം കണ്ടിട്ടില്ല, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന്റെ കാരണക്കാരാണ്? ഈ കേന്ദ്ര സർക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു ജനറൽ എം നരവണെ. കരസേനാ മേധാവിയായാലും കരസേനയിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസർമാരായാലും അവരെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നേടണം. കാരണം എന്താ? ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. അത് പ്രതിരോധ മന്ത്രാലയം പരിശോധിച്ച് അനുമതി നൽകിയാൽ മാത്രമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അന്താരാഷ്ട്ര പുസ്തക പ്രകാശന രംഗത്തെ, പ്രസാധന രംഗത്തെ അധികാരായിട്ടുള്ള പെൻഗ്വിൻ ബുക്സ് ആണ് കേട്ടോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് രംഗത്ത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രീ ബുക്കിംഗ് ഓർഡർ വരെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. അവർ വലിയ പരസ്യം കൊടുത്തിരുന്നു. പക്ഷേ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പുസ്തകം വെളിച്ചം കാണാൻ അനുവദിച്ചിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന പെൻഗ്വിനോട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാത്തത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഗുരുതരമായ ഒരു വീഴ്ചയെക്കുറിച്ച് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കാര്യം ചർച്ച ചെയ്യാൻ ലോക്സഭ തയ്യാറാകണമെന്നാണ് ഉത്തരവാദിത്വത്തോടുകൂടി ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. എന്താണ് ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2020 ഈ പറയുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ ഗാൽവൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഏറ്റുമുട്ടലുണ്ടായി എന്ന്. ആ സംഭവങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 മണിക്ക്, ആ ദിവസം നിങ്ങൾ നോക്കണം, 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 മണിക്ക് ഇന്ത്യയുടെ കരസേനാ മേധാവിയായ ജനറൽ എം നരവണയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോൾ വന്നതെന്ന് പറയുന്നത് നോർത്തേൺ കമാൻഡിന്റെ ജനറലിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് യോഗേഷ് ജോഷി എന്നാണ്. എന്താണ് ഈ നോർത്തേൺ കമാൻഡ് എന്ന് പറഞ്ഞാൽ? കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളുടെ സെക്യൂരിറ്റി നോക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കമാൻഡാണ് നോർത്തേൺ കമാൻഡ്. അതിന്റെ ജനറൽ ആയിട്ടുള്ള യോഗേഷ് ജോഷിയാണ് കരസേനാ മേധാവിയായ എം നരവണയെ രാത്രി 8:15 മണിക്ക് വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കൂ, ഇന്ത്യയുടെ അതിർത്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈനയുടെ 4 ടാങ്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരു ചൈനീസ് ഇൻഫൻട്രി മാർച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞത്. തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി എം നരവണെ ഉടൻ തന്നെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. നരവണെ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രതിരോധ മന്ത്രിയോടാണ്. അദ്ദേഹം കരസേനാ മേധാവിയാണ്. അതാണ് പ്രോട്ടോകോള്. അവിടെ അവസാനിച്ചില്ല. രാജ്നാഥ് സിംഗിന് പിന്നാലെ അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള BP മല്ലിക്കിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S ജയശങ്കറിനെ വിളിക്കുന്നു. ഈ 4 പേരെയും വിളിച്ച് ഈ കാര്യം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, വാട്ട് ആർ മൈ ഓർഡേഴ്സ്? എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? അതിനനുസരിച്ച് വേണം എനിക്ക് മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആരും ഒരു അക്ഷരം മിണ്ടിയില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ എടുത്തുചാടി മറുപടി പറയേണ്ട ഒരു സാഹചര്യമല്ല. നോക്കൂ, ചൈനീസ് ആർമിയാണ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു യുദ്ധസമാനമായ സാഹചര്യമാണ്. അവിടെ സൈനികമായി അവരെ നേരിടണോ അതോ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചർച്ചകൾ നടത്തണോ? ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് എടുത്തുചാടി കൂടിയാലോചനയില്ലാതെ ഒരു മറുപടി പറയേണ്ട സാഹചര്യമല്ല അത്. എന്തായാലും അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു, ആരെങ്കിലും മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 9:15 മണിയാകുന്നു, 1 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ വീണ്ടും ഫോൺ വരുന്നു. യോഗേഷ് ജോഷി പറയുന്നു, ഏതാണ്ട്
കിലോമീറ്റർ പോലുമില്ല. 1/2 കിലോമീറ്ററിനപ്പുറത്തേക്ക് ചൈനീസ് ടാങ്കുകൾ വന്ന് നിൽക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തീരുമാനമെടുക്കണം, വെടിവെക്കണോ? ഇതാണ് ചോദിക്കുന്നത്. വീണ്ടും രാജ്നാഥ് സിംഗിനെയും മറ്റാളുകളെയും ഒക്കെ ഇയാൾ വിളിക്കുന്നു, ഈ പറയുന്ന നരവണെ വിളിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മറുപടിയും ലഭിക്കുന്നില്ല. 10:30 മണിയായപ്പോൾ, അതായത് 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നരവണയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്തു, നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമെന്ന്. ഞെട്ടിപ്പോയി താനെന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങളിലേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? ചൈനയുമായിട്ടൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം തന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. താൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതായിരുന്നു സാഹചര്യമെന്നാണ് ഈ പറയുന്ന നരവണ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായൊരു വീഴ്ചയാണിത് എന്ന്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് സൈനിക മേധാവിയല്ല. അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്ന രാജ്യങ്ങളുണ്ട്. നമ്മുടെ തൊട്ടയൽ ദേശമായിട്ടുള്ള പാകിസ്ഥാനിലെ ജനറൽമാരാണ് യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക. ഏറ്റവും അവസാനം 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായല്ലോ. അത് കാർഗിൽ യുദ്ധമാണെന്നാണ് അറിയപ്പെടുന്നത്. ആ കാർഗിലിലേക്ക് നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്തത് അന്ന് ഈ പറയുന്ന പാകിസ്ഥാന്റെ ആർമിയുടെ ജനറൽ ആയിരുന്ന, പിന്നീട് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പർവേസ് മുഷറഫ് ആയിരുന്നു. ആ നുഴഞ്ഞുകയറ്റത്തിൽ പാകിസ്ഥാൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതേക്കുറിച്ച് അറിയുമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അതല്ല കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകളാണ് യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതിനായി ഒരു പ്രത്യേക സമിതി തന്നെ ക്യാബിനറ്റിലുണ്ട്. ആ സമിതിയുടെ പേര് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്നാണ്. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പോലും ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേർന്നിട്ട് കൂടിയാലോചിച്ചുകൊണ്ടാണ്. അതിൽ സൈനിക മേധാവികളടക്കം എല്ലാവരും ഉണ്ട്. അപ്പൊ അത്തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി ഒരു സൈനിക മേധാവിക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത്? നിങ്ങൾ ഉചിതമായ തീരുമാനം എടുത്തോളൂ എന്നാണ്. നോക്കൂ, അപ്പുറത്ത് ഇന്ത്യക്കെതിരായിട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈന്യം ഏത് രാജ്യത്തിൻ്റെതാണ്? ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതാണ്. ഈ ലോകത്തെ 2ാമത്തെ സൈനിക ശക്തിയാണ് കേട്ടോ ചൈന. പാകിസ്ഥാൻ അല്ല, ചൈന. എന്ന് മാത്രമല്ല, അവരവകാശപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്നാണ്. ആ രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഒരു സൈനിക മേധാവിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വെച്ചുമാറി എന്നാണ് സൈനിക മേധാവി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച ചൂണ്ടിക്കാണിക്കാനാണ് ഇന്നലെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിനെതിരായിട്ടൊരു ക്രമപ്രശ്നം പറഞ്ഞു ഓടി ഒളിക്കാനാണ് BJP നേതാക്കൾ ശ്രമിച്ചത്. വിറളി പിടിച്ച മുഖഭാവത്തോടുകൂടി ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഇന്നലെ അമിത്ഷായും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും. തങ്ങളുടെ മുഖം മൂടി ഇതാ വലിച്ചു കീറപ്പെടാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ട BJP നേതാക്കൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് അനുവാദം നൽകിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന രാജ്യസ്നേഹം, ദേശഭക്തി എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ഊതിവിർപ്പിക്കാനാണ് BJP എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. നോക്കൂ, നമ്മൾക്ക് സൈന്യത്തെ വിമർശിച്ചുകൂടാ, ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് വീഴ്ചയെ വിമർശിച്ചുകൂടാ. അങ്ങനെ വിമർശിക്കുന്ന പക്ഷം നിങ്ങൾ ആ നിമിഷം രാജ്യദ്രോഹിയാകും, അല്ലെങ്കിൽ നിങ്ങൾക്കുമേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടും. ഈ തരത്തിലുള്ള ദേശഭക്തി വികാരത്തെ വോട്ടാക്കി മാറ്റാനാണ് BJP എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന ആരോപണം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറയാം. ഇത് ആദ്യത്തെ വീഴ്ചയൊന്നുമല്ല കേട്ടോ. 2023 ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായി. ആ വെളിപ്പെടുത്തൽ നടത്തിയത് കാശ്മീരിന്റെ മുൻ ഗവർണറായിട്ടുള്ള സത്യപാൽ മലിക് ആയിരുന്നു. എന്തായിരുന്നു ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? 2019 ഒരു വലിയ ടെററിസ്റ്റ് അറ്റാക്ക് ഈ പറയുന്ന പുൽവാമയിൽ ഉണ്ടായല്ലോ. 40ഓളം CRPF ജവാന്മാരുടെ ജീവനാണ് ആ ടെററിസ്റ്റ് അറ്റാക്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അന്ന് സത്യപാൽ മലിക് പ്രതിരോധ മന്ത്രാലയത്തോട് പറയുന്നുണ്ട്, ഈ CRPF ജവാന്മാരെ റോഡിലൂടെ വിടരുത്, അത് ഒരു അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കും, അതുകൊണ്ട് അവർക്ക് എയർക്രാഫ്റ്റ് നൽകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. പ്രതിരോധ മന്ത്രാലയം അതിന് തയ്യാറായില്ല. എന്താ സംഭവിച്ചത്? ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നു, 40 CRPF ജവാന്മാർ മരിക്കുന്നു. ആ നിമിഷം തന്നെ ഗവർണർ മാലിക് നേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫോൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ വീഴ്ച ഇതാണ്, ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത്? സ്റ്റേ ക്വയറ്റ്, മിണ്ടാതിരിക്കണം, വായടച്ചു വെച്ചുകൊള്ളണം എന്നാണ്. ഇത് സത്യപാൽ മലിക് തന്നെ നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ പിന്നീട് നടന്നതൊക്കെ രാഷ്ട്രീയമാണ് കേട്ടോ. 2019 തെരഞ്ഞെടുപ്പിൽ ഈ പുൽവാമ അറ്റാക്ക് ഒരു വലിയ വിഷയമാക്കി മാറ്റുന്നു. എന്നിട്ട് പാകിസ്ഥാന്റെ ബാലാകോട്ടേക്ക് നമ്മൾ തിരിച്ചടിക്കുന്നു. ആ തിരിച്ചടി ഒരു വിജയമായി മാറിയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരെ ബീഹാറിലേക്ക് പോകുന്നു. എന്നിട്ടൊരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ത്യൻ സൈന്യം ഇതാ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ വീട്ടിൽ കയറി ആക്രമിച്ചിരിക്കുന്നു. ആ ആക്രമണത്തിൽ വിജയിച്ച ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നാണ് അന്ന് പ്രസംഗിച്ചത്. ആ ദേശഭക്തി വികാരം ആളി കത്തിച്ചുകൊണ്ടാണ് 2019 തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത്. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണെന്ന് ഇന്ത്യ അവർക്ക് സംഭാവന ചെയ്ത് 303 സീറ്റുകളിലാണ് 2019 BJP ജയിച്ചു വന്നത്. അന്ന് മരിച്ചു വീണ രക്തസാക്ഷികളായ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരിൽ വോട്ട് ചോദിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതൊരു ഗുരുതരമായ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായിരുന്നു. അതിന്റെ പേരിൽ ഒരു കേസുണ്ടായി. ആ കേസ് ഗുരുതരമാണ് എന്ന് കണ്ടെത്തിയ ഇലക്ഷൻ കമ്മീഷണർക്ക് രാത്രിക്ക് രാത്രിയിൽ രാജിവെച്ച് ഇന്ത്യ വിടേണ്ടി വന്നു, രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ഇനിയിപ്പോ ഏറ്റവും അവസാനം പഹൽഗാമിൽ ഒരു വലിയ സംഘർഷമുണ്ടായല്ലോ, ഏറ്റുമുട്ടലുണ്ടായല്ലോ, 25 പേരല്ലേ മരിച്ചു വീണത്. അവിടെ ഒരു വലിയ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായല്ലോ, പലരും അത് ചൂണ്ടിക്കാണിച്ചല്ലോ. ഇപ്രാവശ്യവും അവിടുത്തെ കാശ്മീർ ഗവർണർ തന്നെയാണ് ഈ പറയുന്ന വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞത്. പക്ഷേ അത്
ചർച്ച ചെയ്യാൻ രാജ്യം തയ്യാറായിട്ടില്ല. കാരണം എന്താണ്? നമുക്ക് ഭയമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ദേശദ്രോഹികളാകും, നമുക്ക് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടും. ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ BJP ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദേശസ്നേഹത്തിന്റെ പൂർണ്ണമായ കസ്റ്റോഡിയനായിട്ട് BJP മാറിയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത് 1980-ലാണ്. അതിന്റെ പ്രായം എന്ന് പറയുന്നത് കേവലം 46 വയസ്സാണ്. ഈ രാജ്യം സ്വാതന്ത്ര്യമായി നേടിയിട്ട് 78 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ BJP എന്നൊരു പാർട്ടിയില്ല എന്ന് മാത്രവുമല്ല, BJPക്ക് രൂപം കൊടുത്ത RSS എന്ന് പറയുന്ന സംഘടന ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവുമായിരുന്നില്ല. അങ്ങനെ ഒരു പാർട്ടിയാണ് പിൽക്കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ ഈ രാജ്യസ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാജ്യസ്നേഹം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പരിഹസിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഈ രാജ്യത്തിനു വേണ്ടി ആദ്യം യുദ്ധം ചെയ്യുന്നത് BJP സർക്കാരൊന്നുമല്ല. 1962 ചൈനീസ് ആർമിയെ നമ്മൾ ശക്തമായി നേരിട്ടിട്ടുണ്ട്. 1971 പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം ഉണ്ടാകുന്നത്. അപ്പോ രാജ്യാഭിമാനം എന്ന് പറയുന്നത്, ദേശഭക്തി എന്ന് പറയുന്നത് BJPയുടെ ഒരു കുത്തകാവകാശമൊന്നുമല്ല. BJPക്കാർ മാത്രമാണ് രാജ്യസ്നേഹമുള്ളവർ, ബാക്കി എല്ലാവരും രാജ്യസ്നേഹം ഇല്ലാത്തവരാണ് എന്ന് മുദ്രകുത്താൻ ഒരു ശ്രമം നടക്കുന്നുവെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതിന്റെ രാഷ്ട്രീയമാണ്, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ പറയുന്ന ജനറൽ MM നരവണയുടെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതൊരു ഗുരുതരമായ വീഴ്ചയാണ്. അങ്ങനെയാണ് എങ്കിൽ ചൈന പോലൊരു വലിയ സൈനിക ശക്തിയുമായിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു സൈനിക മേധാവിയെ ഏൽപ്പിച്ചു കൊടുത്തോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന കാര്യം അറിയാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്നോ ഇല്ലയോ എന്നൊക്കെ വേറെ പ്രശ്നമാണ്. അതൊരു ക്രമപ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. നിർണായകമായ ഈ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നേ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഈ പറയുന്ന MM നരവണയുണ്ടല്ലോ, നിങ്ങൾ തന്നെ സൈനിക മേധാവിയായി നിയോഗിച്ച MM നരവണെ വിളിച്ചു പറയുന്നതെല്ലാം പൊള്ളത്തരമാണ്, കള്ളത്തരമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടിലേതാണ് സത്യം എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. എന്ന് മാത്രവുമല്ല, ഒരു അതിർത്തി രാജ്യം ചൈന അതിന്റെ ആർമി ഈ പറയുന്ന ഇന്ത്യ ദേശത്തേക്ക്, ഇന്ത്യൻ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നൊരു ചോദ്യം കൂടി സർജിക്കൽ സ്ട്രൈക്കിന് ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നരവണയെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയുണ്ടല്ലോ, ആ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിന് എന്ത് മറുപടി പറയാനുണ്ട് എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിങ്ങൾ 3 പേരും ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്, ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കണം എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് സമാപിക്കുന്നു. ഇനിയിപ്പോൾ ന്യൂസ് അവർ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.